ഹായ് കൂട്ടുകാരെ. അപ്പോൾ നമ്മുടെ ചീരയെല്ലാം ഇവിടെ അരിഞ്ഞ് റെഡിയാക്കി. ഇത്രയും സാധനങ്ങൾ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 1 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഉപ്പിട്ട് ഇനി നമ്മളിതങ്ങ് കുഴയ്ക്കും. അങ്ങനെ കുഴച്ചെടുത്ത് ഇനി നമ്മൾ നമ്മുടെ ചീരേനെ ഇതിലേക്ക് ആഡ് ചെയ്യും. ചീരേനെ ആഡ് ചെയ്ത് തേങ്ങ ആഡ് ചെയ്ത് മുളക് ആഡ് ചെയ്ത് ഉള്ളി ഇഞ്ചി ചീര ഇട്ടിരിക്കുന്നതുകൊണ്ട് നമ്മൾ കറിവേപ്പില ആഡ് ചെയ്യണില്ല. ചെയ്യാം, പക്ഷേ ചെയ്യണില്ല. ഞാനിപ്പോൾ ചെയ്യണില്ല. അപ്പോൾ നമ്മുടെ ചീരദോശയ്ക്കുള്ള ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എൻ്റെ നൈറ്റിലത്തെ ഭക്ഷണമാണിത്. ദോശ ഉണ്ടാക്കി കഴിച്ച് 1 ഗ്ലാസ് വെള്ളവും കുടിക്കും ഞാൻ. ഇതാണ് എൻ്റെ നൈറ്റിലത്തെ ഇന്നത്തെ ഫുഡ്. അപ്പം നമുക്ക് ദോശ ഉണ്ടാക്കിയിട്ട് വരാം. അപ്പം നമ്മുടെ ചീരദോശ ഇവിടെ റെഡിയായി. ഒരെണ്ണം ഉണ്ടാക്കാനായിരുന്നു ഞാൻ ഉദ്ദേശിച്ചത്, പക്ഷേ അത് 2 എണ്ണമായിപ്പോയി. മാവ് ഇത്തിരി കൂടിപ്പോയി. അത് കാരണം അത് 2 എണ്ണമായി. സാരമില്ല, ഇന്ന് 2 അട കഴിക്കാം, 2 ദോശ കഴിക്കാം. ദോശയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്, ചീരദോശ. ഇനി നമുക്ക് അപ്പം നമ്മുടെ ചീരദോശയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കഴിച്ച് നോക്കാം. ഇത് ഉള്ളിത്തീയലാട്ടോ, നല്ല തേങ്ങാക്കൊത്തൊക്കെ ഇട്ടുണ്ടാക്കിയ ഉള്ളിത്തീയലാണ്. ആ ചീരയുടെ ഒരു ടേസ്റ്റും പിന്നെ ഉള്ളിത്തീയലിനകത്ത് തേങ്ങാക്കൊത്ത് വറുത്തിട്ടതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ കൂടി നല്ല ടേസ്റ്റാണ്.